ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 26ാമത് റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷൻ്റെ 3ാം സന്ധ്യയിൽ ഏറിയ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ഒരുക്കത്തോടും നമുക്കൊരുമിച്ച് സംബന്ധിപ്പാൻ കർത്താവ് അനുവാദവും അവസരവും നൽകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ സഫ്രജൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ ബർണബാസിനെ ഈ ഭദ്രാസനത്തിന് പ്രൗഢമായ നേതൃത്വം നൽകുന്ന ഒന്നിനായ തോമസ് കോശി ഫലിച്ചമുട്ടിലച്ചൻ, ട്രഷറർ പ്രിയപ്പെട്ട ഫിലിപ്സ്, എൻ്റെ സഹോദര വൈദികരെ, ഗായക സംഘ അംഗങ്ങളെ, കർത്താവിൽ ഏറ്റവും ബഹുമാനരായ സുവിശേഷകരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, റാന്നി നിലയ്ക്കൽ ഭദ്രാസന മാർത്തോമാ സഭയ്ക്ക് എന്നും വളരെ വേണ്ടപ്പെട്ട ഒരു ഭദ്രാസനമാണ്. 2 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, മാർത്തോമാ സഭയെ 2 കരം കൊണ്ടും ചേർത്ത് പിടിക്കുന്ന ദൈവാലയങ്ങളും ദൈവജനവും ഉള്ള ഒരു ഭദ്രാസനമാണിത്. 2, ഈ സഭയ്ക്ക് പ്രൗഢമായ നേതൃത്വം നൽകുവാൻ ധാരാളം ആത്മായരെ സംഭാവന ചെയ്യുന്ന ഒരു ഭദ്രാസനവുമാണ്. അത്തരത്തിൽ ആ ഭദ്രാസനത്തിൽ പ്രവർത്തിപ്പാൻ ലഭിച്ച അവസരവും ഏറ്റവും പുറകിലിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഒരു വലിയ കൂട്ടം ആളുകൾ അവരുടെ സ്നേഹവും കരുതലും പ്രോത്സാഹനവും ഒക്കെ വാങ്ങിയ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ഈ സദസ്സിൽ നിൽക്കുന്നത് ഏറെ സന്തോഷവും അഭിമാനവുമായി തോന്നുന്നു. മാർത്തോമാ സഭയ്ക്ക് പൊതുസമൂഹത്തെയും മറ്റു സഭകളെയും ഇതര സമൂഹങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു സഫ്രജൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് നമ്മുടെ സദസ്സിൽ നേതൃത്വം നൽകുന്നത്. മാർത്തോമാ ചർച്ച് ഈസ് എ ബ്രിഡ്ജ് ചർച്ച്. തിരുമേനി എല്ലാറ്റിനെയും പാലം പണിത് ബന്ധിപ്പിക്കുന്നു. തിരുമേനിയുടെ പ്രോത്സാഹനവും കരുതലുമാണ് ഇവിടെ നിൽക്കുവാൻ എനിക്ക് യോഗ്യത തന്നത്. വളരെ വിനയത്തോടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മുഖവുര ദീർഘിപ്പിക്കാൻ സമയമില്ല. സമയപരിമിതിക്കുള്ളിൽ ഈ വചനധ്യാനം പൂർത്തീകരിക്കേണ്ടതുള്ളതുകൊണ്ടും ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വചനധ്യാനത്തിനായി നമുക്ക് ദൈവസന്നിധിയിൽ ഒരുങ്ങാം. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 2-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. Samuel chapter 2 verse 27 onwards. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്നവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. എൻ്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എൻ്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എൻ്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗങ്ങൾ നിങ്ങളെ തന്നെ കൊഴിപ്പിക്കാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നെക്കാൾ ബഹുമാനിക്കുകയും ചെയ്തത് എന്ത്? ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എൻ്റെ സന്നിധി നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ആകയില്ല.
എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. തലകുനിക്കാം പ്രാർത്ഥനയ്ക്കായി. ഉയരത്തിൽ നിന്ന് വചനമയച്ചു വന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വചനമായി ഞങ്ങളുടെ മധ്യയെ പാർത്ത പ്രിയപ്പെട്ട കർത്താവേ, വചനത്തിന്മേൽ ഇന്നും പരിവർത്തനം ചെയ്യുന്ന പരിശുദ്ധാത്മാവേ, തുറന്ന വചനവുമായി ക്രൂശിൻ ചുവട്ടിൽ അടിയങ്ങൾ തലകുനിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളെ നടത്തിയ വചനം, തിരുത്തിയ വചനം, ശക്തീകരിച്ച വചനം, സൗഖ്യമാക്കിയ വചനം, കണ്ണുനീർ തുടച്ച വചനം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കിയ വചനം, വനങ്ങളെ തൊഴിലിച്ച വചനം എന്ന് ഞങ്ങളോട് സംസാരിക്കുന്ന പുണ്യാഹ വചനം ചില ജീവിതങ്ങൾക്ക് ഒരാരാധനയുടെ സന്ധിയായി, ചിലർക്കൊരു മടക്കയാത്രയുടെ സന്ധിയായി, ചിലർ കർത്താവിന് മുമ്പിൽ തലകുലിക്കുന്ന ഒരു രാത്രിയായി, ചിലർ ഹല്ലേലൂയ പാടുന്ന ഒരു രാത്രിയായി, ചിലരുടെ കർത്താവിനായി സമർപ്പിക്കുന്ന ഒരു രാത്രിയായി, ചിലർ കർത്താവിന് മുമ്പിൽ ജീവിതാവസാനം വരെ നിനക്കായി ജീവിക്കുമെന്ന് ഏറ്റുപറയുന്ന ഒരു രാത്രിയായി, ഈ വചനത്തെ അവിടുന്ന് വാഴ്ത്തി നോക്കിയടിയങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നതെല്ലാം തലകുനിച്ച് സ്വീകരിക്കാൻ ഈ രാത്രി ഞങ്ങളെ സഹായിക്കണമേ. ബലഹീനനായ അടിയനോട് കർത്താവ് കരുണ ചെയ്യണം. വചനത്തെ തന്നെ ധ്യാനിച്ച് മടങ്ങുവാൻ ഈ രാത്രി തലകുനിച്ച് എല്ലാവർക്കും നീ കൃപ നൽകണം. മെസ്സിഹാനികത്വം പ്രാർത്ഥിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കുറച്ച് ദൂരെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ആരാധന തീരുന്നതുവരെ നിങ്ങളുടെ ശബ്ദവും സാന്നിധ്യവും ഇവിടെ എനിക്ക് വേണ്ടതുള്ളത് കൊണ്ട് ഒരു ദൈവവചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത് രണ്ട് വാക്കിലാണ് നമ്മുടെ വിശ്വാസം. ആരാണ് ഒരു ക്രിസ്ത്യാനി? ഉള്ളത്തിൽ കൃപയും അധരത്തിൽ സ്തുതിയും ഉള്ളയാളാണ്. വചനം കേൾക്കുമ്പോൾ ഉള്ളത്തിലേക്കാണ് അത് വീഴുന്നത്. ഉള്ളത്തിൽ എന്തുണ്ട്? കൃപയുണ്ട്, അധരത്തിൽ സ്തുതിയുണ്ട്. ഒരു സ്തുതി പറഞ്ഞുകൊണ്ട് ഈ വചനം ധ്യാനിക്കുന്നതിന് നമുക്ക് ഇടയാകും. ഒരു കുടുംബത്തിൻ്റെ ക്രമം തിരുവചനം നിർവചിച്ചിരിക്കുന്നത് 3 വാക്കുകളിലാണ്. The biblical order of a family is like this. Where there is a covenant, there is grace. എവിടെ ദൈവജനം ഉടമ്പടിയിൽ നിലനിൽക്കുന്നുവോ അവിടെ ദൈവകൃപയുണ്ട്. ഉടമ്പടി ഉള്ളിടത്തെല്ലാം ദൈവകൃപ. 2, where there is obedience, there is promises. എവിടെ ദൈവജനം അനുസരണത്തോടെ ജീവിക്കുന്നുവോ, വചനാനുസരണം ജീവിക്കുന്നുവോ അവിടെ വാഗ്ദത്തങ്ങളുണ്ട്. 3, where there is thanksgiving, there is blessings. എവിടെ ജനം സ്തോത്രത്തോടെ നിൽക്കുന്നുവോ അവിടെ അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. 3 വാക്കുകളാണ് നാം പറഞ്ഞത്. എന്താ? ഉടമ്പടിയിൽ നിൽക്കുന്നിടത്ത് ദൈവകൃപയുണ്ട്, വചനാനുസരണം ജീവിക്കുന്നിടത്ത് വാഗ്ദത്തങ്ങളുണ്ട്, സ്തോത്രത്തോടെ നിൽക്കുന്നിടത്ത് അനുഗ്രഹങ്ങൾ ഉണ്ട്. ഈ ക്രമത്തിൽ ജീവിക്കാനാണ് ഏലിയെയും കുടുംബത്തെയും മാർത്തോമാ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും വചനം നിഷ്കർഷിച്ചിരിക്കുന്നത്. ഉടമ്പടി ഉടഞ്ഞുപോയാൽ കൃപ നഷ്ടപ്പെട്ടു പോകും.
വചനത്തിന്റെ അനുസരണത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ വാഗ്ദത്തങ്ങൾ കുറഞ്ഞു പോകും. സ്തോത്ര പ്രാർത്ഥനയിൽ പിന്നോക്കം പോയാൽ അനുഗ്രഹങ്ങൾ ഇല്ലാതെയായി പോകും. ഈ ക്രമത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു ഏലിയുടെ കുടുംബം, എന്റെയും കുടുംബം. ഈ ക്രമത്തിൽ ജീവിക്കേണ്ട ഒരു കുടുംബം കടന്നുപോയ 4 പീഠങ്ങളെ കുറിച്ചാണ് ഈ രാത്രി നമ്മൾ ധ്യാനം. വേദപുസ്തകത്തിന്റെ ക്രമമനുസരിച്ച് ഒരുക്കപ്പെടേണ്ട ഒരു ഭവനം കടന്നു പോകേണ്ട 4 പീഠങ്ങളാണ് ഈ രാത്രിയുടെ നമ്മുടെ ധ്യാനം. ആ 4 പീഠങ്ങളിൽ 4 പോസ്റ്റേഴ്സ് കണ്ടെത്തി ഈ ധ്യാനം പൂർത്തീകരിക്കാം. അതിനെ ഞാൻ ഇങ്ങനെ പറയും: തലകുനിക്കേണ്ട പീഠം, മുട്ടുമടക്കേണ്ട പീഠം, കൈകൂപ്പേണ്ട പീഠം, കൈ മലർത്തേണ്ട പീഠം. ഞാൻ ആവർത്തിക്കുന്നില്ല, ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ഭവനത്തെയും അതിലെ ജീവിതങ്ങളെയും രൂപപ്പെടുത്തുന്ന 4 പീഠങ്ങൾ. 1, പാദപീഠം, the altar of preparation. ഒരു ദൈവവൈതലിനെ പാദപീഠം ക്ഷണിക്കുന്നത് 4 പ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. ഒരു പാദപീഠത്തിൽ ദൈവവൈതൽ എങ്ങനെ ഇരിക്കണം? 4 തലത്തിൽ: നന്ദിയോടെ, കണ്ണുനീരോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ. ഗ്രേറ്റ്ഫുൾ, cheerful, thankful and worshipful. ഒന്നുകൂടെ ചേർന്ന് എന്നോട് കൂടെ ഒന്ന് ചേർന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാം. നന്ദിയോടെ, കണ്ണുനീരോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ. മാർത്തോമാകാര എന്റെ അരുമനാഥൻ എന്നെ വിളിച്ചിരിക്കുന്നത് അവന്റെ പാദപീഠത്തിൽ ഈ 4 അവസ്ഥകളായിരിക്കാനാണ്. കരമുയർത്തിന് നന്ദി പറഞ്ഞ കർത്താവിനോട്. ഹല്ലേലൂയ. നന്ദിയോടെ, കണ്ണുനീരോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ പാദപീഠത്തിൽ നമ്മെ കർത്താവ് കാണുവാൻ ആഗ്രഹിക്കുന്നു. ആ പാദപീഠത്തെങ്കിലേക്ക് ചേർത്തവരാണ് നാം. എങ്ങനെ നാം ഈ പാദപീഠത്തിൽ വന്നു? ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇതാണ്: We are landed at the feet of Jesus from the baptismal pond. മാമോദീസ തൊട്ടിയിൽ നിന്നാണ് അവന്റെ പാദപീഠത്തിൽ നമ്മൾ ലാൻഡ് ചെയ്തത്. അതിന് ആ മനുഷ്യൻ പറഞ്ഞ വാചകം ഇങ്ങനെയാണ്: ഓരോ മാമോദീസ തൊട്ടിയിൽ നിന്നും കുഞ്ഞുയർത്തപ്പെടുമ്പോൾ അവസാനത്തെ പ്രബോധനം എന്താണ്? പ്രബോധനം പൈതലിനോടൊത്തും പൈതലിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. മാമോദീസ തൊട്ടി കഴിഞ്ഞാൽ ആ പൈതൽ നേരെ ലാൻഡ് ചെയ്യുന്നത് എവിടെ? പ്രാർത്ഥനാ മുറിയിലാണ്. ഇടത്തും വലത്തുമുള്ള പ്രാർത്ഥനാ മുറിയിലാണ്. ഒരു പാദപീഠം എല്ലാവരെയും ഒരുക്കിയെടുക്കുന്ന ഇടമാണ്. ഏലിയുടെ വീട്ടിലും എന്റെ വീട്ടിലും 3 ഒരുക്കങ്ങൾ നടക്കേണ്ടതുണ്ട്. നടന്നോ എന്നുള്ളത് പരിശോധന വിഷയമാണ്. ഒരു പാദപീഠത്തിങ്കൽ 3 ഒരുക്ക ശുശ്രൂഷകൾ. 1, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗോഡ്? ദൈവ സ്വഭാവത്തെ കുറിച്ച് തിരിച്ചറിയേണ്ട ഇടമാണ് പാദപീഠങ്ങളാണ് എല്ലാം. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, ഞാൻ ദൈവകൃപയിൽ ഓർക്കുന്ന എന്റെ ദൈവം ആരാണ്? പാദപീഠത്തിന്റെ 1ാമത്തെ പ്രബോധനമാണ്. 2, അവന്റെ കൽപ്പനകളുടെ വിശുദ്ധിയെ കുറിച്ച് അറിയുന്ന ഇടമാണ് പാദപീഠം. The holiness of
his commandments. അവന്റെ കൽപ്പന എങ്ങനെ ഇരിക്കുന്നു തിരിച്ചറിയുവാൻ ഈ പാദപീഠം നമ്മളെ വിളിക്കുന്നുണ്ട്. 3, പാദപീഠം നമുക്ക് നൽകുന്ന മൂന്നാമത്തെ പ്രബോധനം, discern the difference between ordinary and extraordinary. സാധാരണ കാര്യവും അസാധാരണ കാര്യവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നതും ഈ പാദപീഠത്തിലാണ്. ദൈവമക്കളെ, ഒരു പാദപീഠത്തിൽ 3 പ്രബോധനങ്ങൾ നടക്കും. എന്തൊക്കെയാ? ദൈവത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പാദപീഠം തലമുറയെ പഠിപ്പിക്കും. 2, അവന്റെ കൽപ്പനകളുടെ വിശുദ്ധിയെ കുറിച്ച് പഠിപ്പിക്കും. 3, സൺഡേയും മൺഡേയും തമ്മിലുള്ള വ്യത്യാസം പാദപീഠം പഠിപ്പിക്കും. ഞാൻ 3 വാക്കുകൾ അതിനോട് ചേർത്ത് വെച്ച് പറയട്ടെ. ഈ രാത്രി എന്റെയും നിന്റെയും തലമുറ പാദപീഠത്തിൽ കണ്ടെത്തേണ്ട 3 വാക്കുകളാണ്. A personal God, a personal word of God, a personal altar. സ്വന്തമായൊരു ദൈവം, സ്വന്തമായൊരു വചനം, സ്വന്തമായൊരു യാഗപീഠം. ഇതാണ് മാർത്തോമാക്കാരന്റെ ജീവിതം. എവിടുന്ന് കണ്ടെത്തുന്നു? പാദപീഠത്തിൽ നിന്ന് കണ്ടെത്തുന്നതാണ്. ദൈവമക്കളെ, ഈ രാത്രി ഏറ്റവും പുറകിലിരിക്കുന്നതോട് ഞാൻ ചോദിക്കട്ടെ, റാന്നിയിലെ പ്രബുദ്ധരായ മാർത്തോമാക്കാരെ, do you have a personal God? Do you have a personal word of God? Do you have a personal altar? നിനക്ക് സ്വന്തമായൊരു ദൈവമുണ്ടോ? നിനക്ക് സ്വന്തമായൊരു ദൈവവചനമുണ്ടോ? നിനക്ക് സ്വന്തമായി മുട്ടുമടക്കാൻ ഒരു യാഗപീഠം ഉണ്ടോ? ഏലിയോട് സ്വർഗം പറഞ്ഞു, നീ നോക്കിക്കേ, നിന്റെ ഉത്തരവാദിത്വം എന്താ? തെറ്റുകൂടാതെ കൃത്യതയോടെ കൃപയോടെ ഇത് പഠിപ്പിക്കാൻ തന്നെ നിന്നെ വിളിച്ചിരിക്കുന്നു. തെറ്റുകൂടാതെ കൃത്യതയോടെ കൃപയോടെ ഇത് പരിശീലിപ്പിക്കാൻ നിന്നെ ഞാൻ വിളിക്കുന്നു. അടിയിൽ ഒരു ചെറിയ വരയിട്ട് പറയാം, പാദപീഠത്തിൽ പരാജയപ്പെടുന്ന ഭവനം ഏലിയുടേത്. പാദപീഠത്തിൽ പരാജയപ്പെടുന്ന ഭവനം ഏലിയുടേത്. ഞാൻ ഉച്ചത്തിൽ ഒരു വാക്ക് വിളിച്ചു പറയട്ടെ, ഇന്ന് ഭവനത്തിന്റെ തകർച്ച പാദപീഠത്തിൽ ഒരുക്കപ്പെടാത്ത ഭവനാംഗങ്ങളാണ്. നമ്മുടെയും നമ്മുടെ തലമുറയുടെയും വീട് തകരുന്നത് പാദപീഠത്തിൽ ഒരുക്കപ്പെടാത്ത ഭവനാംഗങ്ങളുടെ നീണ്ട നിരയാണ്. ഒന്ന് നോക്കിക്കഴിഞ്ഞോട്ട് മാർത്തോമാക്കാരെ, നമ്മുടെ ഭവനങ്ങളിലെ അവസാനത്തെ പ്രവൃത്തിയും ആദ്യത്തെ പ്രവൃത്തിയും ഇതായിരുന്നു. ശരിയോ? ആണോ? മാർത്തോമാക്കാരന്റെ വീട്ടിലെ ലൈറ്റ് അണയുന്നത് ഇത് വായിച്ചിട്ട്, ലൈറ്റ് ഇടുന്നത് ഇത് വായിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മദ്ബഹായിൽ നിൽക്കുന്ന ഒരു ബാലൻ +2 കഴിഞ്ഞ് എൻട്രൻസ് പരീക്ഷയ്ക്ക് പോയി. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും മദ്ബഹായിൽ നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞു, ഇനി ഞാൻ പോകുന്നില്ല അങ്ങോട്ട്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? പറഞ്ഞു, ഞാൻ ചേർന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഞായറാഴ്ച രാവിലെ 3 ഗേറ്റും പൂട്ടിയിടും, പുറത്തു പോകാൻ അനുവാദമില്ല. അവൻ പറയാണ്, അജോ, ഈ ധൂപത്തിന്റെ മണവും
ഈ ത്രോണോസിന്റെ ദർശനവും കൊണ്ട് 8ാം ക്ലാസ് മുതൽ ഞാൻ വളർന്നവനാണ്. എനിക്ക് തിരികെ പോകാൻ ആഗ്രഹമില്ല. എന്ത് മറുപടി പറയുന്നു എന്നോട്? ഒരു സാധാരണ മറുപടി, അതിതാണ്, മോനെ ഒരു വഴിയും, നീ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഞായറാഴ്ച രാവിലെ പള്ളിമണിയിരിക്കുന്ന സമയത്ത് നിന്റെ ബെഡ്ഷീറ്റ് കട്ടിലിൻ്റെ അരികിൽ വിരിച്ചിട്ട് നിന്റെ 2 കൈകളും ആ കട്ടിലിനെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ആ കൈകളിലൂടെ നിനക്കൊരു ത്രോണോസിനെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ തലകുനിച്ച് പറയുക, ഞാൻ അവന്റെ പാദപീഠത്തിലാണെന്ന്. എൻ്റെ കുഞ്ഞു പോയി. ഇന്ന് അവനെ കുറിച്ച് 12 സ്തോത്രം പറയണം. അവൻ മാർത്തോമാ സഭയുടെ സ്പോൺസർഷിപ്പിൽ ഒരു മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ കാലം പാദപീഠത്തെങ്കിൽ ഒരുക്കപ്പെടാത്ത തലമുറ അങ്കലാപ്പിലായിരിക്കുന്ന കാലമാണ്. എൻ്റെ മുൻപിൽ കുറെ വൈദികർ എൻ്റെ സഹോദരങ്ങളിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ തിരശ്ശീലയും വിശുദ്ധ കുർബാനയ്ക്കായി മാറ്റുന്നതിന് മുമ്പേ മലങ്കരയിലെ മെത്രാപ്പൊലീത്ത ഉൾപ്പെടെ 20 മിനിറ്റത്തെ തുയ്യാഭാഷ ശുശ്രൂഷയുണ്ട്. അതിൽ അദ്ദേഹം എല്ലാവരും പാടുന്ന പാട്ടിലെ 2 വരി ഇതാണ്. എന്താണ്? കർത്താവേ നിൻ ബെസ്ഗസായിൻ വാതിലിൽ മുട്ടി അനുഗ്രഹം ഇരക്കുന്നേ. കർത്താവേ നിൻ ബെസ്ഗസായിൻ വാതിലിൽ മുട്ടി അനുഗ്രഹം ഇരക്കുന്നേ. മാർത്തോമാക്കാരെ 26ാമത് കൺവെൻഷനിൽ ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇരന്നു വാങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പാദപീഠത്തിൽ ഇരന്നു വാങ്ങുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. തകർന്നു കിടക്കുന്ന പാദപീഠങ്ങൾ നമ്മുടെ കുടുംബങ്ങളെ തകർത്ത ഇല്ലായ്മ ചെയ്യും. ഈ രാത്രി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ 2 കൊച്ചു ചോദ്യങ്ങൾ കൂടി ചോദിക്കട്ടെ. മാതാപിതാക്കളെ, ഈ കൺവെൻഷൻ അവസാനിക്കുന്നത് ഒരു പാദപീഠത്തിൻ്റെ നിർമ്മാണത്തിലായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ദമ്പതികളായി വിവാഹിതരായവരെ, നിങ്ങൾക്ക് പള്ളിയിൽ ഒരു കൂദാശയുടെ നടുവിൽ കിട്ടിയ ഒരു ദൈവവചനമുണ്ട്. അതിനൊരു സാക്രമെന്റൽ ബൈബിൾ എന്ന് പറയാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റൊരു കൂദാശയിൽ അഭിവന്യ തിരുമേനി തന്ന മറ്റൊരു വേദപുസ്തകം വീട്ടിലുണ്ട്. ഞാൻ ഇങ്ങനെ വിശേഷിപ്പിക്കാം, 2 സാക്രമെന്റൽ ബൈബിളുകളാണ് ഒരു കുടുംബത്തിൽ കർത്താവ് തന്നിരിക്കുന്നത്. ഇതെവിടെ ഇന്ന്? ഒരു സെക്കൻഡ് ഈ പാദപീഠത്തിൽ നമുക്കൊരു തലകുനിക്കണം. എല്ലാവരും വലങ്കര ഉയർത്തി, വലങ്കര വന്നിടത്തെ, വലതുകര വന്നിടത്തെ ഒരു സ്ലീവാണ്. എന്തിനാണ് വരച്ചെന്നറിയാമോ? ഓരോ സ്ലീവായും ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുവാനാണ്. ഈ രാത്രി ഒരു വാക്ക് കർത്താവിനോട് പറയണം, നീ എൻ്റെ പാദപീഠങ്ങളെ പണിത് ഉയർത്തണമേ കർത്താവേ. ആരാധനയില്ലാത്ത ഭവനങ്ങളിൽ നിന്ന് ആരാധനാ സ്ഥലത്തേക്ക് വരുന്ന ഒരു കൂട്ടം ആളുകൾ ആരാധന ആത്മാവില്ലാതെയായിത്തീരുന്നു. ഒരു വാക്കൂടെ പറഞ്ഞാൽ ആ ഭാഗം വിടാം. ദൈവാലയങ്ങൾ മരിക്കുന്നു, കാരണം ഭവനങ്ങളിൽ അത് ജീവിക്കുന്നില്ല.
ഈ കൺവെൻഷൻ ഒരു പാദപീഠത്തിൻ്റെ ഒരു ശുശ്രൂഷ, 2 യാഗപീഠം, the altar of sacrifice. പാദപീഠത്തിൽ ഒരുക്കപ്പെടാത്ത ഏലിയുടെ മക്കൾ യാഗപീഠത്തിന്റെ അരികിൽ നിലയുറപ്പിച്ചു. പാദപീഠത്തിൽ ഒരുക്കപ്പെടാത്ത ഏലിയുടെ മക്കൾ യാഗപീഠത്തിന്റെ അരികിൽ നിലയുറപ്പിച്ചു. ഈ പറയുന്ന വാക്കുകളൊക്കെ അവിടെയുണ്ട്. ഏഫോദുകൾ ധരിച്ചിട്ടുണ്ട്, യാഗപീഠം നന്നായി ഒരുങ്ങിയിട്ടുണ്ട്, യാഗവസ്തുക്കൾ ഊനമില്ലാത്തതായി ക്രമീകരിച്ചിട്ടുണ്ട്, സൗരഭ്യവാസനയുള്ള സുഗന്ധപീഠങ്ങളും അതിനരികിൽ തന്നെയുണ്ട്. ഇനി പറയുന്ന വാക്ക് ഉള്ളിൽ തട്ടി കേൾക്കണം. ബട്ട് unfit for the office. But unfit for the office. നിൽപ്പാൻ ഒരു യോഗ്യതയും ഇല്ല. ഏലിയുടെ മക്കളോട് നമ്മുടെ തലമുറകളെ കൂടെ ചേർത്ത് വെച്ചു. ഏലിയുടെ മക്കളുടെ 3 സവിശേഷത വേദശാസ്ത്രത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഓണർ, പവർ, learning made them worse. പദവിയുണ്ട്, അധികാരമുണ്ട്, അറിവുണ്ട്, but made them worse. അവരെ വഷളത്വത്തിലേക്ക് നയിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നോർത്തോണേ. ഈ രാത്രി പദവിയുണ്ട്, അധികാരമുണ്ട്, വലിയ അറിവുണ്ട്. എങ്ങോട്ട് പോകുന്നു? വഷളത്വത്തിലേക്ക് താഴെ. എന്തുവാ വഷളത്വം എന്ന് പറഞ്ഞാൽ? ഇനി ഞാൻ പറയുന്ന കൊച്ചു ധ്യാനങ്ങളാണ്. എന്താണ് വഷളത്വം? നോ റിഗാർഡ് ഫോർ ദ ഓഫറിംഗ്. അർപ്പിക്കുന്നതിനോടൊന്നും വലിയ ആദരവൊന്നുമില്ല. യാഗവസ്തുക്കളോട് ആദരവില്ലാത്ത ജീവിതം. നോ റിഗാർഡ് ഫോർ ഗോഡ്സ് പീപ്പിൾ. ദൈവജനത്തോട് വലിയ ബഹുമാനമൊന്നുമില്ല. നോ റിഗാർഡ് ഫോർ ദ ലോർഡ്. അവനെ വളർത്തുന്ന അരുമനാഥനോടും വലിയ ബഹുമാനമൊന്നുമില്ല. എന്നെ കേൾക്കുന്ന മാർമ്മമാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് രാത്രി ഒരു നെഞ്ചത്തടിച്ചൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്. ഇവിടെ അവരാരും കുഴപ്പക്കാരൊന്നുമില്ല. ഞാൻ അവരെ ഓണറബിളായിട്ട് കാണുന്നയാളാണ്. ഒരുപാട് വിദേശ രാജ്യങ്ങൾ ചെല്ലുമ്പോൾ അവർ ജീവിക്കുന്നതും അവർ കൊണ്ടുപോകുന്നതും അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിക്കുമ്പോൾ ഒത്തിരി സ്തോത്രം പറഞ്ഞ് മടങ്ങുന്നതുള്ളവരാണ് ഞാൻ. പക്ഷേ ഇത് നാം ഈ രാത്രി പരിശോധിക്കണം. എന്താ? നമ്മുടെ ഉള്ളിൽ യാഗവസ്തുക്കളോടുള്ള ആദരവ് വല്ലാതെ കുറഞ്ഞു പോകുന്നു. ദൈവജനത്തോട് ബഹുമാനമില്ലായ്മ കൂടി വരുന്നു. യഹോവയോട് ഭക്തിയില്ലാതെ പോകുന്നു. ലോകപ്രശസ്തനായ സ്പർജൻ എന്ന മനുഷ്യൻ വളരെ പ്രമുഖമായ ഒരു വാചകം ഏലിയുടെ മക്കളെ കുറിച്ച് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. A beautiful sentence. The singing esteem of the sanctuary. ആ വാക്കിലെല്ലാം ഉണ്ട്. The singing esteem of the sanctuary എന്ന് പറഞ്ഞാൽ എന്താ? അവർ യാഗപീഠത്തിൽ നിൽക്കുമ്പോഴെല്ലാം മാനവും മഹത്വവും സ്തോത്രവും താഴേക്ക് പോകുന്നു. മാനവും മഹത്വവും സ്തോത്രവും താഴേക്ക് പോകുന്നു. ഈ രാത്രി ഒരു കൊച്ചു വിചിന്തനം നമുക്കൂടെ നിർവഹിക്കണം. യാഗപീഠത്തിൽ അഗ്നി ഇറങ്ങുന്നെങ്കിലും അർപ്പിക്കുന്നവനിൽ അഗ്നി പിടിക്കുന്നില്ല.
യാഗപീഠത്തിൽ സൗരഭ്യവാസനയുണ്ടെങ്കിലും അർപ്പിക്കുന്നവന്റെ ജീവിതത്തിൽ സുഗന്ധമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? രണ്ട് പ്രമാണ വ്യത്യാസം അവർ പാലിച്ചു. വചനം പറഞ്ഞിരിക്കുന്നത് ഏലിയുടെ മക്കൾ ചെയ്ത രണ്ട് പ്രവൃത്തി: യാഗവസ്തുക്കൾ മോഷ്ടിക്കുക, യാഗവസ്തുക്കൾ ചവിട്ടിക്കളയുക. ഞാൻ അടിവരയിടുകയാണ് വാക്ക്. ഒരു തലമുറ യാഗവസ്തു മോഷ്ടിക്കുന്നു, യാഗവസ്തു ചവിട്ടിക്കളയുന്നു. ഞാൻ കിട്ടിയപ്പുറക്കാരോട് ഒരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ. നാം കൈനീട്ടി വാങ്ങിയ എത്ര വിശുദ്ധ കുർബാനകളാണ് വടിയിലിട്ട് ചവിട്ടിയിട്ടുള്ളത്? ലളിതമായിട്ടൊന്ന് പറയാം. നല്ല വെളിച്ചത്തിൽ വാങ്ങിയ അപ്പവും വീഞ്ഞും അരണ്ട വെളിച്ചത്തിൽ ഇട്ടിയപ്പാറ ബാറിലിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവൻ അത് ചവിട്ടിക്കളയുക. നല്ല വെളിച്ചത്തിൽ വാങ്ങിയത് അരണ്ട വെളിച്ചത്തിൽ കൂട്ടുകാരന്റെ അരികിലിരിക്കുമ്പോൾ കൂട്ടുകാരൻ സുരേന്ദ്രൻ നിന്റെ വിശുദ്ധ കുർബാന ചവിട്ടിക്കളയുകയാണ്. തീർന്നില്ല. ആലയത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഒരുപാട് വിശുദ്ധ കുർബാനകൾ കൂട്ടുകാർ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ക്രിസ്മസ് കഴിഞ്ഞ് വന്നതല്ലേ? ഓർത്തഡോക്സിലെ സെറഫീം മെത്രാജൻ ഈ അടുത്ത സമയത്ത് പറഞ്ഞൊരു വാചകം വലിയ വിവാദമാണ്. എന്താണ് വിവാദം? അദ്ദേഹം പച്ചയായി പറഞ്ഞു, എൻ്റെ പള്ളിയിൽ വരുന്ന ഒരെല്ലാം മദ്യപിച്ചിട്ട് വരുന്നവരാണ്. അതേ പച്ചയായ വാചകം കേൾക്കുന്നവർക്ക് തോന്നും എല്ലാവരും ഇല്ലായിരിക്കും. എന്ത്? ഒരു ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയല്ലേ? ഏലിയുടെ മക്കൾ ജീവിച്ചതുപോലെ നാം ഒരു യാഗവസ്തുവാണെന്നും ക്രിസ്തുവാകുന്ന പുരോഹിതന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണെന്നും തിരിച്ചറിയാൻ ഈ രാത്രി നമുക്ക് കഴിയുമോ? ഞാൻ അടിവരയിടുന്ന ഒരു വാക്ക്, വാങ്ങിയ യാഗവസ്തുവല്ല, നിന്റെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിപ്പാൻ ഒരു യാഗപീഠം തന്നെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവനും ചൈതന്യവുമുള്ള നിന്റെ ശരീരത്തെ ഒരു യാഗവസ്തുവായി അർപ്പിപ്പാൻ. മാർത്തോമാക്കാരെ, നാം യാഗപീഠത്തിന് അരികിലാണെന്ന് അഭിമാനിക്കുന്നുണ്ട്. അഴുക്കായ ശരീരവുമായി അഗ്നി ഇറങ്ങുന്നിടത്ത് നിൽക്കുന്നു ദൈവപൈതൽ. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സിനഡ്സൈ പണ്ട് പരസ്യാരാധനത്തിനുണ്ടായിരുന്ന വിശുദ്ധ കുർബാനയെ പ്രതിപാദിക്കുന്ന ചില വരികളുണ്ട്. വലിയ ആഴത്തിൽ കണ്ണു നനഞ്ഞ് പാടാനും വായിക്കാനുമുള്ളതാണത്. എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ ഞാൻ 2 വരി ആ ഇടദിവസത്തെ എഴുതി വെച്ചു. അതിങ്ങനെയാണ്: യാഗപീഠത്തിനു കനലം നടുത്തൻ അധരത്തിൽ വച്ചോ നിന്നകൃത്യങ്ങൾ മറഞ്ഞിരിക്കുന്നരുളി ചെയ്തു. എഴുതി മക്കൾ ആരെ കണ്ടാൽ എരിഞ്ഞിടുമോ? അപ്പം വീഞ്ഞായി മേശമേലവനെ നാം കാണുന്നു.
യാഗപീഠത്തിൻ കനലും നെടുത്തൻ അധരത്തിൽ വച്ചോ. നിന്നകൃത്യങ്ങൾ മറഞ്ഞിരിക്കുന്ന അരുളി ചെയ്തു. ദൈവമക്കളെ, യാഗപീഠത്തിനരികിൽ ഒരു യാഗവസ്തുവായിരിക്കുവാൻ അരുമനാഥൻ തന്നെ വിളിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളധികം കൂടിയില്ല, എങ്കിലും അവരെ കൂടെ ചേർത്തോട് ഞാൻ പറയട്ടെ. ദൈവമക്കളെ, ഏറ്റവും വലിയ യാഗവസ്തു ഏത്? ഈ ശരീരം. എങ്ങനെ അറിയാം? എൻ്റെ കൊയറിലെ യൗവനക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് ചേർന്ന് ഞാൻ പറയാം. മക്കളെ, ജോൺസൺ എന്നയാൾ 28 വയസ്സുണ്ട്, ജോളി എന്നയാൾ 24 വയസ്സുണ്ടാകുമ്പോൾ മണവാളന്റെയും മണവാട്ടിയുടെയും വേഷം ധരിക്കും. പള്ളിയുടെ പോർച്ചിൽ വരും അവര്. വികാരീശൻ എന്ത് പറയും? മണവാളനും മണവാട്ടിയും ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചാണ് എന്ന് പറയും. അപ്പോൾ ദൈവാലയത്തിന്റെ തിരശ്ശീല പകുതി മാറും. എന്തിന്? ഉത്തരം പറയാൻ സമയമില്ല, നിങ്ങൾക്കറിയാം എന്തിന്. ഒരൊറ്റ കാരണത്തിന് വേണ്ടിയാണ്. നടന്നു വരുന്ന മണവാളനും മണവാട്ടിയും പറയുകയാണ്, Lord, we bring your body to submit in the altar. കർത്താവേ, ഞങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ കൊണ്ടുവരികയാണ്. എന്തിന്? യാഗപീഠത്തിൽ വയ്ക്കാൻ. ഈ യാഗപീഠത്തിൽ വെച്ച ശരീരമാണ് 1 മണിക്കൂർ വാഴ്ത്തി തിരികെ കൊടുക്കുന്നത്. സമയപരിമിതി കൊണ്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് കൊണ്ടുപോകാം. ഇന്ന് കല്യാണങ്ങളിലൊക്കെ നടക്കുന്നത് ഗിഫ്റ്റിംഗ് അല്ല, റീഗിഫ്റ്റിംഗ് ആണ്. പറയാൻ പോകുന്നില്ല ഞാൻ. എന്താ? വിവാഹത്തിലൊക്കെ നടക്കുന്നത് ഗിഫ്റ്റിംഗ് അല്ല, റീഗിഫ്റ്റിംഗ് ആണ്. പിടികിട്ടാൻ കാണും, പിടികിട്ടാത്തവർ പോകുന്ന വഴിക്ക് ചോദിച്ചാൽ മതി. കൂദാശകളൊക്കെ വലിയ ഗംഭീരമായി നടക്കുമ്പോൾ അഴുക്കായ ശരീരങ്ങളുമായി അഭിനയ വസ്ത്രങ്ങളുമായി കൂദാശകളിൽ തലകുനിക്കുന്നവരുടെ എണ്ണം ഈ സഭയിൽ ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. തീർന്നില്ല. സേവികാസംഘം ഭംഗിയായി നടക്കുന്നുണ്ടെങ്കിലും വിശ്വസ്തരല്ലാത്ത ദമ്പതികളുടെ എണ്ണം ഈ സഭയിൽ വല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. അഭിഷേകത്തിന്റെ സുഗന്ധം ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. 2 വാക്കുകൾ ഞാൻ പറഞ്ഞു. 1 പാദപീഠം, 2 യാഗപീഠം, 3 ധ്യാനപീഠം. ധ്യാനപീഠം, ഓൾട്ടർ ഓഫ് മെഡിറ്റേഷൻ. എന്താണത്? അവനവൻ കയറിയിറങ്ങേണ്ട പീഠമാണ് ധ്യാനപീഠം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലുക്കിംഗ് ഇൻ ടു ദ സെൽഫ്. അവനവനിലേക്ക് നോക്കി കണ്ടെത്തേണ്ടതാണ് ധ്യാനപീഠങ്ങൾ. ഇനി ഞാനൊരു വാക്ക് പറയട്ടെ. ഉള്ളിലേക്ക് നോക്കാത്ത ജീവിതം പരിഹാസത്തിന്റെ ജീവിതമായിരിക്കും. ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കാത്ത ജീവിതം ആളുകൾ പരിഹസിക്കുന്ന ജീവിതമായിരിക്കും. ഏലിയുടെ മക്കൾ പാദപീഠത്തിൽ അല്പനേരം, യാഗപീഠത്തിൽ മുഴുവൻ നേരം. തെറ്റിയത് എവിടെന്നറിയാമോ? ധ്യാനപീഠത്തിൽ തെറ്റി. ധ്യാനപീഠത്തിൽ തെറ്റിയത് എങ്ങനെ അറിയാം? ഞാൻ ഇനി പറയുന്ന കൊച്ചു വാക്കുകൾ വിശദീകരിക്കാൻ സമയമില്ല. കൊച്ചു വാക്കുകൾ പറയുമ്പോൾ അറിയാം. ഏലിയുടെ പുത്രന്മാരെ കുറിച്ച് വേദപുസ്തകം എഴുതിയിരിക്കുക. അവർ നീചന്മാരും
യഹോവയെ ഓർക്കാത്തവരും ആയിരുന്നു. അക്കാലത്ത് ദർശനം ഏറെയില്ലായിരുന്നു. ഏലിയുടെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ദൈവാലയത്തിന്റെ തിരി അണഞ്ഞുകൊണ്ടേയിരുന്നു. വിശദീകരിക്കുന്നില്ല. ഉള്ളിലേക്ക് നോക്കാത്തവന്റെ ക്രമം വിടാമറിയാവോ? എവിടാ? ഈ ക്രമത്തില്ല. ഓർമ്മ പോയി, യഹോവയെ ഓർക്കുന്നില്ല. നീചപ്രവൃത്തി ചെയ്യുന്നു, തിരിച്ചറിയുന്നില്ല. ദർശനമില്ലാതെ പോകുന്നു, കണ്ടെത്താൻ പറ്റുന്നില്ല. കണ്ണു മങ്ങുന്നുണ്ട്, അറിയുന്നില്ല. ദൈവാലയത്തിന് മുമ്പിൽ തിരി അണഞ്ഞു പോകുന്നു, മനസ്സിലാകുന്നില്ല. കാരണം എന്ത്? ഉള്ളിലേക്ക് നോക്കാത്തവന് ഇതിന്റെ തിരിയുടെ തെളിച്ചം തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. ഏലി എന്ന പിതാവ് തന്റെ മക്കളെ കുറിച്ച് പറഞ്ഞൊരു വാചകം ഇതാ: നിങ്ങൾ മാത്രമല്ല, ഇസ്രായേലിനെ പാപം ചെയ്യിക്കാൻ നിങ്ങൾ കാരണമാകുന്നു. ഇന്ന് ഒരു ക്രിസ്ത്യാനി അല്ലാതായാൽ നടക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ്. ഞാനൊരു കൊച്ചു ചോദ്യം ചോദിച്ചോട്ടെ. ഈ ക്രിസ്മസിൽ എത്ര നിരപരാധികളായ ക്രിസ്ത്യാനികളുടെ കൂടെ നമ്മൾ പാപം ചെയ്യിക്കാൻ കൂട്ടി? വാതിൽക്ക് നിൽക്കുന്നവൻ ചേർന്ന് നിൽക്കുന്നവനെ കൂടെ പാപം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ഈ ചേർത്ത് വാചകം പറയട്ടെ. ഒരു മൈഗ്രന്റ് സിറ്റുവേഷനിൽ മാതാപിതാക്കളെ, നമ്മുടെ തലമുറ പാദപീഠത്തിനും ദൂരെയാണ്, യാഗപീഠത്തിനും ദൂരെയാണ്. അവരെ നിലനിർത്താൻ ഒരു വഴിയേ ഉള്ളൂ: അവരെ ധ്യാനപീഠത്തിലേക്ക് വിളിക്കണം, അവരെ ധ്യാനപീഠത്തിലേക്ക് ഒരുക്കണം. എന്താണ് ധ്യാനപീഠത്തിന്റെ പ്രത്യേകത? ഉള്ളിലേക്ക് നോക്കുവാൻ ഒരു ജീവിതം. ഞാൻ 3 കൊച്ചു വാക്കുകളെ പറയട്ടെ. എന്താണ് ധ്യാനപീഠം? ഓർമ്മകളാണ് ധ്യാനപീഠം. ദർശനങ്ങളാണ് ധ്യാനപീഠം. ഉള്ളിലെ തിരി തെളിയിക്കുന്നതാണ് ധ്യാനപീഠം. ഓർമ്മകളാണ് ധ്യാനപീഠം. ദർശനങ്ങളാണ് ധ്യാനപീഠം. ഉള്ളിലെ തിരി തെളിക്കുന്നതാണ് ധ്യാനപീഠം. ഉള്ളിലേക്ക് നോക്കാത്ത ഒരു തലമുറ ഈ ഇടങ്ങളിൽ വളരുന്നു. ഞാൻ 20 വർഷമായി ഒരടച്ചിട്ട മുറിയിൽ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇൻവോൾവ്. ഈ 2 കൈയിലും ബക്കറ്റ് കണക്കിന് കണ്ണുനീർ സ്വീകരിക്കാൻ പദവി തന്നിട്ടുണ്ട്. 1,00,000 അനുഭവങ്ങൾ ഉള്ളിലുണ്ടാകാം. പറഞ്ഞുകൊണ്ട് നടക്കുന്ന ശീലം എനിക്കില്ല. എന്നാൽ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലുണ്ടാകാം. 1 മിനിറ്റ് ഒരു കാര്യം. ഏറ്റവും അടുത്ത സമയത്ത് എൻ്റെ അരികിൽ വന്നത് 24 വയസ്സുള്ള MCA കാര്യപ്പെട്ടുകൂടി. മെയിൽ പരീക്ഷ എഴുതണവൾ എഴുതുന്നില്ല. കാരണം ഒന്നാണ്, കോളേജിൻ്റെ തൊട്ട് മുമ്പിൽ 24 ഓട്ടോറിക്ഷക്കാരുണ്ട്. അതിലൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ പേര് ഷഫീഖ് എന്നാണ്. ഷഫീഖിന് എൻ്റെ പെൺകുഞ്ഞിനോട് വല്ലാത്ത താല്പര്യം, വിവാഹം കഴിക്കണം. നടപ്പില്ല, അവൾ നടപ്പില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഷഫീഖിൻ്റെ ഓട്ടോറിക്ഷയിൽ അവൾ കയറി. ഒരു പാവപ്പെട്ട അപ്പനും അമ്മയും അനുജത്തി 18 വയസ്സുള്ള മകളും കൂടെ എൻ്റെ മുറിക്കുള്ളിലേക്ക് കണ്ണുനീരോടെ വരികയാണ്. അപ്പൻ എന്നോട് കൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അച്ഛാ, ഞങ്ങളങ്ങ് ദൂരെ പോവാ, മലബാറിൽ പോവാ. കാരണം ഈ 18 വയസ്സുകാരെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ ഇവളുടെ നെറികേടിൽ ഇത് സാധിക്കത്തില്ലല്ലോ അച്ഛാ. അപ്പൻ എന്നോട് ചങ്കിൽ തറക്കുന്ന ചോദ്യങ്ങൾ.
9 പ്രാവശ്യം ആ പെൺകുട്ടിയെ ഞാൻ എൻ്റെ മുറിയിൽ കണ്ടു. ഞാൻ പഠിച്ച വിദ്യകളെല്ലാം അവളോട് പ്രബോധിപ്പിച്ചു. ക്രമപ്പെടുന്നില്ല. 10ാം പ്രാവശ്യം ഞാൻ അവളെ പുറത്തുവിടും. ഒത്തിരി നമ്പരത്തോടും പ്രാർത്ഥനയോടും കൂടെ പോയി എൻ്റെ മകളുടെ പ്രായമുള്ള കുട്ടിക്ക് മോളെ കയറിയിരിക്കുക, നിന്റെ കൈ ഇങ്ങോട്ട് നിൽക്കുക, ഇവിടെ വെക്ക്, അച്ഛൻ്റെ കൈ വെക്ക്. ഞാൻ 2 ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കാം. 1, 60 ദിവസം പ്രായമുള്ളപ്പോൾ നിന്റെ വലത് കൈയിലും നിന്റെ ഇടത് കൈയിലും നിന്റെ നെറ്റിയിലും നെഞ്ചത്തും ഒരു വൈദികൻ മൂറോൻ പുരട്ടിയിട്ടുണ്ട്, അഭിഷിക്തമാക്കിയിട്ടുണ്ട്. അതിലൊരു കൈയാണ് ഈ വലം കൈ. ഈ വലം കൈ എന്റെ അരുമനാഥൻ വാഴ്ത്തി മറ്റൊരാളുടെ കയ്യിൽ പിടിക്കാൻ അനുവദിക്കണോ, അതോ നിന്റെ തന്നിഷ്ടത്തിന് നീ ചെയ്യുമോ? എന്നോട് ഇപ്പോൾ ഉത്തരം പറയണ്ട. 3 ദിവസം നീ പോയി പ്രാർത്ഥിക്ക, ഞാനും പ്രാർത്ഥിക്കാം. 3 ദിവസം കഴിഞ്ഞു. ഒരു സായാഹ്നത്തിൽ അവളെൻ്റെ മുമ്പിൽ വന്നു. മോളെ നീ അടുത്തിരിക്കുക, കൈനീട്ട ഇവർക്ക് നീ പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചോ? കർത്താവ് നിന്നോട് എന്ത് പറഞ്ഞു? റാന്നിക്കാരെ ഒരു സ്തോത്രം പറയാനാണ് ഞാൻ ആ പെൺകുട്ടിയെ നിങ്ങളോട് കൊണ്ടുവന്നത്. ഈ 3 ദിവസം എൻ്റെ കർത്താവിനോട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ വലതുകരം അഭിഷിക്തമായ ഒരു കരമാണ്. ഞാൻ അഭിഷേകമുള്ള ഒരുവന്റെ കയ്യിൽ നിന്റെ കരം ഞാൻ വാഴ്ത്തിത്തരാം എന്ന് കൂടെ കൂടെ പറയുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി ഉച്ചത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ വലങ്കരം എൻ്റെ അരുമനാഥൻ ചേർത്ത് പിടിച്ച. ഹല്ലേലൂയ. ഈ രാത്രി ഉള്ളിലേക്ക് നോക്കാതെ ജീവിക്കുന്ന ഒരു തലമുറ നമ്മുടെ നടുവിലുണ്ട് ദൈവമക്കളെ. ഈ രാത്രി എൻ്റെ മാതാപിതാക്കളെ ഞാൻ ചോദിക്കട്ടെ, ഒരു ധ്യാനപീഠത്തിൽ കർത്താവ് തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു. ഭക്തൻ ഇങ്ങനെ പാടിയില്ലേ നമ്മളോട്, ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേരോ തൂങ്ങും നീ രക്ഷകൻ, നിന്റെ പേരോ തൂങ്ങും നീ രക്ഷകൻ. ഈ രാത്രി കാൽവറി is a wonderful exchange. എല്ലാറ്റിനെയും മാറ്റി വാങ്ങാൻ പറ്റിയ സ്ഥലമാണ് കാൽവറി. ഈ രാത്രി ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉള്ളിലെ നോട്ടത്തിൽ പതറുകയോ ഇടറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാൽവറി തന്നെ കഴുകാൻ മതിയായതാണെന്ന് ഈ രാത്രി ഞാൻ ഓർമ്മിപ്പിക്കുക. ആരെങ്കിലും താല്പര്യപ്പെടുമോ? ചില അഴുക്കായത് എൻ്റെ കുഞ്ഞുങ്ങളെ, എവിടെയെങ്കിലും ചില അഴുക്ക് പറ്റിയതിനെ കർത്താവിൻ്റെ കരങ്ങൾ നീ ഉയർത്തി കൊടുത്താൽ ഒരു തുള്ളി രക്തം കൊണ്ട് അതിനെ ശുദ്ധീകരിപ്പാൻ എൻ്റെ അരുമനാഥൻ മതിയായവനാണ്. ഹല്ലേലൂയ. എല്ലാറ്റിനെയും മാറ്റിയെടുക്കുവാൻ കാൽവരിയുടെ മഹത്വം ഈ രാത്രി മതിയായതാണ്. കർത്താവേ, ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ അരികിലേക്ക് നീ തിരികെ തരണമേ. ഒരു വണ്ടർഫുൾ എക്സ്ചേഞ്ച് ആണ് ഈ യാത്ര. അവസാനത്തെ വാക്ക്, ന്യായപീഠം, the altar of judgment. മൂന്ന് മിനിറ്റുകളിലൂടെ എനിക്ക് എല്ലാവരും. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നു. My master is seated in the chair. ചോദ്യം, പ്രാപിച്ചതും പകർന്നതും ഏൽപ്പിച്ചതും എവിടെയെന്നറിവാൻ എന്റെ യജമാനൻ വരുന്നു. ഹല്ലേലൂയ. പ്രാപിച്ചതും പകർന്നതും ഏൽപ്പിച്ചതും എവിടെയെന്നറിവാൻ യജമാനൻ വരുന്നു.
മാർത്തോമക്കാരൻ അരിമനാഥന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുവാനല്ല, കൈ ഉയർത്തി നിൽക്കുവാൻ വിളിക്കപ്പെട്ടതാണ്. കൈ കെട്ടി നിൽക്കാനല്ല, പിന്നെ കൈ ഉയർത്തി നിൽക്കാനാണ്. എല്ലാവരുടെയും കൈയൊന്നും മലർന്നിരിക്കട്ടെ ഈ സന്ധ്യ. ഞാൻ ഈ പറയുന്ന വാചകങ്ങൾക്ക് വേണ്ടിയാണ്. യജമാനെ ഏൽപ്പിച്ച ഏബോധുകൾക്ക് നന്ദി, നിർത്തിയ യാഗപീഠങ്ങൾക്ക് നന്ദി, പകർന്ന ദാനങ്ങൾക്ക് നന്ദി, അർഹതയില്ലാതെ അനുഗ്രഹിച്ചതിന് നന്ദി. ഈ കൈ വാങ്ങിയതിനെ ഒന്നുയർത്തിയൊരു സ്തോത്രം പറഞ്ഞു. യേശുവേ, യജമാനെ, നിന്റെ മുമ്പിൽ ലജ്ജ കൂടാതെ കൈ ഉയർത്തി നിൽക്കുവാൻ ഈ സന്ധ്യ ഞങ്ങളെ സഹായിക്കണമല്ലോ. എന്നാ ഏലിയുടെ വീട്ടിൽ എന്റെ അരുമനാഥൻ കൽപ്പനകളെ തിരുത്തി എഴുതി. എന്താണ് തിരുത്തിയത്? വചനം ഇങ്ങനെ പ്രഖ്യാപിച്ചു: നിന്റെ ഗോത്രം തലമുറ തലമുറയായി പുരോഹിതന്മാരായിരിക്കും. ഞാൻ കൽപ്പിച്ചിരുന്നു. എന്നാൽ I am rewriting your destiny. I am rewriting your destiny and destination. നിന്റെ വിധിയെയും നിന്റെ ലക്ഷ്യത്തെയും ഞാൻ തിരുത്തി എഴുതുകയാണ്. നമ്മൾ വായിച്ച ഒരു വാക്യം അതാണ്: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ഇവിടെ ഇതാ ഒരു പുതിയ പുരോഹിതൻ എഴുന്നേൽക്കുന്നു. ആ പുരോഹിതന്റെ പേര് വിശ്വസ്തൻ എന്നാണ്. ഹല്ലേലൂയ. മാർത്തോമക്കാരെ, ഈ കൺവെൻഷന്റെ 3-ാം ദിവസം ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ വിട്ടുകളഞ്ഞാൽ ഈ കൊച്ചു വാക്കുകൊണ്ട് തിരികെ പോകണം. ലോർഡ്, മേക്ക് മീ എ ഫെയ്ത്ത്ഫുൾ പ്രീസ്റ്റ്. യേശുവേ, എന്നെ നീ ഒരു വിശ്വസ്ത പുരോഹിതനായി നിർത്തിക്കൊള്ളണം. Make me a faithful priest. ദൈവവേദനയെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അരുമനാഥൻ സിംഹാസനത്തിലിരിക്കുന്നു. ഒരു ദൈവവേദന എന്ത് പ്രതിഫലം? പ്രതിഫലങ്ങളുടെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. അതിന്റെ 22 അധ്യായങ്ങൾ വായിച്ചു നോക്കിയാൽ ഒരു ദൈവവേദന കർത്താവ് യജമാനൻ മടങ്ങി വരുമ്പോൾ 3 പ്രതിഫലം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് വാക്കുകൾ: എ ക്രൗൺ, എ ത്രോൺ, എ കിങ്ഡം. എ ക്രൗൺ, എ ത്രോൺ, എ കിങ്ഡം. ഒരു കിരീടം, ഒരു സിംഹാസനം, ഒരു രാജ്യം. ഇതാണ് എന്റെ പ്രതിഫലം. മനസ്സിലായോ? ഓരോ വാക്കിലൂടെ പറയാം. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ശ്ലീബാവരച്ച നെറ്റിയിൽ അവൻ ഒരു കിരീടം വയ്ക്കും. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോ എന്തെങ്കിലും തോന്നുന്നു? ഒരു സ്തോത്രം പറയണം കേട്ടോ. ശ്ലീബാവരയ്ക്കപ്പെട്ട ശിരസിൽ അരുമനാഥൻ ഒരു കിരീടം വയ്ക്കും. 65 വർഷം എന്റെ പ്രിയപ്പെട്ട തിരുമേനിയുടെ കയ്യിൽ നിന്ന് അപ്പവീനികൾ വാങ്ങിയവർക്ക് അവസാനത്തെ അത്താഴം കഴിയുമ്പോൾ അവൻ സിംഹാസനത്തിന്റെ അരികിൽ വിരുന്നൊരുക്കും. ഹല്ലേലൂയ. തീർന്നില്ല. റാന്നിയിൽ താമസിക്കുന്ന എന്റെ ദൈവജനമേ, 85-90 വർഷം എന്റെ അരുമനാഥന്റെ പിന്നാലെ യാത്ര ചെയ്ത് അവസാനിച്ച് നിന്റെ കാലുകൾ നിശ്ചലമാകുമ്പോൾ അവൻ നിന്നെ വലങ്കരം പിടിച്ച് അവന്റെ രാജ്യത്തിനാക്കും. ഹല്ലേലൂയ. ഈ രാത്രി 3 പ്രതിഫലത്തിന് വേണ്ടിയാണ് ഈ സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നത്. എന്തിനാ? ഒരു കിരീടം, ഒരു സിംഹാസനം, ഒരു രാജ്യം. യജമാനനെ, നീ യാഗസ്ഥലത്ത് വന്നിരിക്കുന്നു, ന്യായപീഠത്തിൽ വന്നിരിക്കുന്നു. എന്നാൽ ഏലിയുടെ വീട്ടിൽ ഒരു വിലാപമുണ്ടായി. ആ വിലാപത്തിന്റെ സംസാരിത ഒരു കഷ്ണം അപ്പം കിട്ടണം, എന്നെ
പുരോഹിതന്റെ വേലയ്ക്ക് ആക്കണമേ. ഒരു കഷ്ണം അപ്പം തിന്മാൻ എന്നെ പുരോഹിതന്റെ വേലയ്ക്ക് ആക്കണമേ. വിശ്വസ്തതയില്ലാത്ത ഏഫോദുകൾക്ക് ശൂന്യമായ കൈയാണ് മറുപടി. വിശ്വസ്തതയില്ലാത്ത ഏഫോദുകൾക്ക് ശൂന്യമായ കരമാണ് മറുപടി. ഈ രാത്രി ദൈവസന്നിധിയിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം. പാപമകാരെ 4 കൊച്ചു വാക്കുകൾ ഗ്രഹിക്കാൻ പാടില്ല. ഞാൻ ഈ പറഞ്ഞ 4 വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. റാമി ഭദ്രാസനത്തിൽ എൻ്റെ ദൈവജനമേ, ഈ രാത്രി 4 തിരിച്ചറിവുകളിലേക്ക് നമുക്ക് പോകണം. തലകുനിക്കേണ്ട ഇടങ്ങളെ ഞാൻ തിരിച്ചറിയണം. മുഴങ്കാൽ മടക്കേണ്ട ഇടങ്ങളെ ഞാൻ തിരിച്ചറിയണം. കൈകൂപ്പേണ്ട ഇടങ്ങളെ ഞാൻ തിരിച്ചറിയണം. കൈകളെ ഉയർത്തി നിർത്തേണ്ട ഇടങ്ങളിൽ ഞാൻ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവവേദനെ ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചോട്ടെ. തലകുനിക്കേണ്ട ഇടങ്ങളെ നീ തിരിച്ചറിയണം. മുഴങ്കാൽ മടക്കേണ്ട ഇടങ്ങളെ നീ തിരിച്ചറിയണം. കൈകൂപ്പേണ്ട ഇടങ്ങളെ നീ തിരിച്ചറിയണം. കൈകളെ ഉയർത്തി നിർത്തേണ്ട ഇടങ്ങളെയും നീ തിരിച്ചറിയണം. അരുമനാഥനെ ഈ രാത്രി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഒരു സെക്കൻഡ് സമയം കൂടെ എനിക്ക് തരിക. എല്ലാവരും നേരെ ഇരിക്കുക പ്ലീസ്. ഇന്ന് മുതൽ നമ്മുടെ വീട്ടിൽ 4 അടയാളങ്ങൾ ആരംഭിക്കുകയും. 1, തലകുനിക്കുക. തലകുനിക്കുമ്പോഴെല്ലാം ഒരു സ്ലീവായാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. മുഴങ്കാൽ മടക്കുക. ഇവിടെ കസേരയില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരെയും മുട്ടിന്മേൽ നിൽക്കുവാൻ ആഗ്രഹിക്കുമായിരുന്നു. അതിന് ഞാൻ തുനിയുന്നില്ല. തലകുനിക്കണം, മുഴങ്കാൽ മടക്കണം, കൈ കൂപ്പണം, കൈ മലർത്തി ദിവസം നിൽക്കണം. ഇവിടെ 1ാമത്തെ വാക്ക്, പാദപീഠത്തിൽ തലകുനിക്കണം. യാഗപീഠത്തിൽ മുഴങ്കാൽ മടക്കണം. ധ്യാനപീഠത്തിൽ കൈകൂപ്പി നിൽക്കണം. ന്യായപീഠത്തിൽ കൈ മലർത്തി നിൽക്കണം. അവൻ പ്രതിഫലം തരും. ഹല്ലേലൂയ. കൈകളെ 2 ഫ്രീ ആക്കിയിട്ടാണ് ദൈവങ്ങളെ. നമുക്ക് 4 പ്രവൃത്തി ചെയ്ത് പ്രാർത്ഥനയിലേക്ക് പോകാം. കൈയൊന്നെടുത്ത് നമ്മൾ തലകുനിക്കുകയാണ്. ഒരു സ്ലീപാവരയ്ക്കാണ്. ഹല്ലേലൂയ. താഴോട്ടൊന്ന് നോക്കിക്കേ, മുട്ടിലോട്ടൊന്ന് നോക്കിക്കേ. മുഴങ്കാലുകൾ നടക്കാം. അപ്പൊ എൻ്റെ യാഗപീഠത്തിൽ ഞങ്ങൾ മുഴങ്കാലുകൾ നടക്കും. കൈകൂപ്പിക്കേ, കൈയൊന്ന് കൂപ്പിക്കേ. ഞങ്ങൾ ധ്യാനപീഠത്തിൽ നിൽക്കുന്നു. നീ എന്നെ അല്പം കൂടെ ശുദ്ധീകരിച്ചെടുക്കണമേ. കൈകളെ ഒന്ന് ഉയർത്തി മലർത്തിയുണ്ട്. പ്രതിഫലമാണ് നിന്റെ മക്കൾ. ഹല്ലേലൂയ. പ്രതിഫലം വാങ്ങാൻ അരുമനാഥൻ നിന്റെ അരികിൽ വന്നിട്ടുണ്ട്. ഈ രാത്രി ഉച്ചത്തിൽ ഒരു വാക്ക് പറഞ്ഞത്, കർത്താവേ, ഓടിയെന്ന് അധ്വാനിച്ചൊന്നും വൃഥാവായി പോകല്ലേ. പ്രതിഫലം വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ തള്ളിക്കളയല്ലേ കർത്താവേ. ആ പ്രതിഫലത്തിന് യോഗ്യരായി തീരുവാൻ ഈ രാത്രി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നൊരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിയാനമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീടിനെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് രാത്രി 4 പീഠങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. നിന്റെ പാദപീഠത്തെങ്കിലേക്ക് നിങ്ങൾ വരുന്നു കർത്താവേ. പാദപീഠങ്ങൾ ശൂന്യമായിരിക്കുന്ന ഭവനങ്ങളാണ് ഞങ്ങളുടേത്. ഞങ്ങളെ നിന്റെ പാദപീഠത്തിൽ ഒരുക്കിക്കൊള്ളണേ കർത്താവേ. അപ്പൊ നിന്റെ യാഗപീഠങ്ങളിൽ ഞങ്ങൾ യാഗവസ്തുക്കൾ ചവിട്ടിക്കളയുന്നവരായി, യാഗവസ്തുക്കൾ മോഷ്ടിക്കുന്നവരായി ജീവിച്ചു പോകുന്നുണ്ട്. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ധ്യാനപീഠങ്ങൾ കൂപ്പുകൈകളോടെ നിൽക്കുകയാണ്. ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ.
തന്നടയാളങ്ങളൊക്കെ പരിഹാസത്തിനായി തീരുന്നല്ലോ കർത്താവേ. ഈ രാത്രി പരിശോധനയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിക്കണമേ. ഞങ്ങൾ കൈമലർത്തുന്നു കർത്താവേ. ഞങ്ങളുടെ കൈകളെ ഒന്ന് വെറും കൈയായി നീ വിട്ടുകളയല്ലേ കർത്താവ്. വെറും കൈയായി വിടല്ലേ കർത്താവ്. ചില പ്രതിഫലങ്ങൾക്കായി രാത്രി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഒരു കിരീടവും ഒരു സിംഹാസനവും ഒരു രാജ്യവും നിങ്ങൾക്ക് വാഗ്ദത്തമായി വെച്ചിരിക്കുന്നല്ലോ പിതാവേ. അരുമനാഥങ്ങളിൽ തലമുണിച്ചേട്ടവരെയും അവിടുത്തെ മുറിപ്പാടുള്ള കരമുണ്ട്. ശ്രീമാരുടെ രാത്രി അവിടുന്ന് ആസ്വദിക്കണമെന്ന് അരുമനാഥനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുമായുടെയും തിരുനാമത്തിൽ തന്നെ ആമേൻ. പാടുമ്പോൾ സ്തോത്ര കാഴ്ച സ്വീകരിക്കും. കലോത്സവ ഗീതങ്ങളിൽ 31-ാമത്തെ ഗീതം